പ്രകാശത്തിൻ്റെ പാപ്പ, ദരിദ്രർക്കായുള്ള സഭയെന്ന ദർശനത്തിൻ്റെ വക്താവ്, ദൈവശാസ്ത്രത്തിൻ്റെ പ്രകാശത്തിൽ സഭ മുന്നോട്ട് പോകണമെന്ന നിലപാടെടുത്ത ദാർശനികൻ, പാവങ്ങളുടെ മെത്രാൻ, ഇനി സഭയുടെ പാപ്പ, 140 കോടി വിശ്വാസികളുടെ ആത്മീയ നേതാവ്, ആഗോള കത്തോലിക്ക സഭയുടെ മഹാ ഇടയൻ, ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയിൽ നിന്നുള്ള ഒരു പാപ്പ, പത്രോസിൻ്റെ സിംഹാസനത്തിലെ 267 കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് 8/5/2025 വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മേൽക്കൂരയിലെ ചിമ്മിനിക്കുഴലിലൂടെ ഉയർന്ന വെളുത്ത പുക 267 പാപ്പയുടെ വരവറിയിച്ചു. മിനിറ്റുകൾക്ക് ശേഷം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിലെത്തി കർദിനാൾ പ്രോട്ടോ ഡീക്കൺ ഡൊമിനിക് മാമ്പേർത്തി പ്രഖ്യാപിച്ചു: ഹമേബുസ് പാപ്പം, നമുക്ക് പാപ്പയെ ലഭിച്ചിരിക്കുന്നു. പിന്നാലെ ലിയോ 14 പാപ്പ ബാൽക്കണിയിലെത്തി. സംവാദത്തിലൂടെ, കൂടിക്കാഴ്ചയിലൂടെ പാലങ്ങൾ പണിയുക, എല്ലായ്പ്പോഴും സമാധാനത്തിൽ വർദ്ധിക്കുക എന്ന ആദ്യ സന്ദേശം നൽകി. 1955 സെപ്റ്റംബർ 14 അമേരിക്കയിലെ ഷിക്കാഗോയിലെ ഇലിനോയിൽ ജനിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കൻ നാവികസേനാംഗമായിരുന്ന പിതാവ് ഫ്രഞ്ച് ഇറ്റാലിയൻ വംശീയനായ ലൂയി മരിയസ് പ്രേവോ, അമ്മ സ്പാനിഷ് വംശീയായ മൾഡ്രസ് മാർട്ടിനസ് ആയിരുന്നു. സഹോദരങ്ങൾ ലൂയി മാർട്ടിൻ, ജോൺ ജോസഫ്. ഇറ്റാലിയൻ അമേരിക്കൻ കുടുംബത്തിൽ വളർന്ന അദ്ദേഹം കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ആഴമേറിയ പാരമ്പര്യത്തിൽ വളർന്നു. റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്നായിരുന്നു പേര്. അൽത്താര ബാലനായിരുന്നു പ്രേമോ. ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടി. ലയോള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫിയിൽ ബിരുദം നേടിയതിനു ശേഷം റോമിലെ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റി ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി. കാനൂൺ നിയമത്തിൽ PhD നേടി. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതത്തിൽ ആകർഷിക്കപ്പെട്ട അദ്ദേഹം സെന്റ് അഗസ്റ്റിൻ സഭയിൽ ചേർന്നു. വിശുദ്ധ അഗസ്റ്റിൻ്റെ നിയമവും ചട്ടവും പിന്തുടരുന്ന സഭയാണ് 1244 സ്ഥാപിതമായ അഗസ്റ്റീനിയൻ സഭ. ആ സഭയിൽ നിന്നുള്ള ആദ്യ പാപ്പയാണ് ലിയോ 14. 1982 27 വയസ്സിൽ വൈദികനായി അഭിഷിക്തനായി. 30 വയസ്സിൽ സുവിശേഷ പ്രചാര ദൗത്യവുമായി പ്രേവോ പെറുവിലെത്തി. തെക്കേ അമേരിക്കൻ രാജ്യമായ പെറുവിൽ മിഷണറി, പള്ളി വികാരി, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 2001 അദ്ദേഹത്തെ പെറുവിലെ വടക്കൻ നഗരമായ ചിക്ലയോയിലെ ട്രുജിയോ രൂപതയിലെ മെത്രാനായി നിയമിച്ചു. അവിടെ അദ്ദേഹം ദാരിദ്ര്യത്തിനും അനീതിക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. ആത്മീയ വെല്ലുവിളികൾ നേരിട്ട് അനുഭവിച്ച അദ്ദേഹം ദരിദ്രർക്കായുള്ള സഭ എന്ന ദർശനത്തിൻ്റെ വക്താവായി. 2019 ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ വത്തിക്കാൻ്റെ ബിഷപ്പുമാർക്കുള്ള സിനഡിൻ്റെ തലവനായി നിയമിച്ചു. ലോകമെമ്പാടുമുള്ള മെത്രാന്മാരുടെ നിയമനത്തിനും പരിശീലനത്തിനും മേൽനോട്ടം വഹിക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. 2023 ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി. 2025 പാപ്പ പദവിയിലെത്തി ലിയോ 14 പാപ്പ. സാമൂഹ്യനീതി ഉയർത്തിപ്പിടിച്ച ലിയോ 13 പാപ്പയുടെ പേര് സ്വീകരിച്ചതോടെ പുതിയ പാപ്പ സഭ ദരിദ്രർക്കും പോരാടുന്നവർക്കുമൊപ്പം നിലനിൽക്കും എന്ന സന്ദേശം നൽകി. ലിയോ 14 ലാറ്റിൻ അമേരിക്കൻ പശ്ചാത്തലവും അർജന്റീനയിൽ നിന്നുള്ള പാപ്പയായിരുന്ന ഫ്രാൻസിസിൻ്റെ പാരമ്പര്യവും നിലനിർത്തുന്നു. അമേരിക്കക്കാരനാണെങ്കിലും കുടുംബ പേരുകളിൽ ആഗോള പൗരനാണ് ലിയോ 14 പാപ്പ. ഭാഷകളുടെ പാപ്പയാണ് ലിയോ 14 പാപ്പ. ഇംഗ്ലീഷ്, സ്പാനിഷ്, ഇറ്റാലിയൻ, ഫ്രഞ്ച് ഭാഷകൾ കൈകാര്യം ചെയ്യാനറിയാം. ലാറ്റിനും ജർമ്മനും വായിക്കാനറിയാം. ആദ്യ കുർബാന പ്രസംഗം ഇപ്രകാരമായിരുന്നു: നമുക്കെല്ലാവർക്കും അനുകരിക്കാവുന്ന വിശുദ്ധിയുടെ പാത ക്രിസ്തു കാട്ടിത്തന്നു. എല്ലാ പരിമിതികളെയും മറികടക്കാവുന്ന ദൈവകൽപിതമായ പ്രത്യാശയിലൂന്നിയ ഒന്ന് വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലിക്കൽ ഒരു തരത്തിൽ ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മയിലേക്ക് തന്നെയാണ് നമ്മെ നയിക്കുന്നത്. കരുണയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്നതിലേക്ക്, മനുഷ്യ മനസ്സിനെ ഇല്ലാതാക്കുന്ന ഭയാനകമായ ചെയ്തികളിലേക്ക്, കുടുംബ പ്രശ്നങ്ങളിലേക്ക്, സമൂഹത്തിന് നോവായി മാറുന്ന മുറിവുകളിലേക്ക് അത് നമ്മെ കൊണ്ടെത്തിക്കും. ഈ ലോകത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിലെ സന്തോഷകരമായ വിശ്വാസത്തിന് സാക്ഷികളാകാനാണ്. വിശ്വാസത്തിനു മേലെ പണത്തെയും അധികാരത്തെയും സാങ്കേതികവിദ്യയും കാണുകയും വിശ്വാസം ദുർബലതയാണെന്ന് കരുതുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ സാക്ഷികളാണ്. വിശ്വാസികൾ എതിർക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്ന ഇടങ്ങളിലേക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ ശുശ്രൂഷ എത്തേണ്ടതുണ്ട്. ഈ ദൗത്യം നിറവേറ്റുന്ന
സഭയുടെ പരിപാലകനായി തുടരാൻ ദൈവം എക്കാലത്തേക്കും അനുഗ്രഹം ചൊരിയട്ടെ. അശരണരുടെ പക്ഷത്തിൽ നിതാന്ത സാന്നിധ്യമായ ലിയോ 14 പാപ്പ 2025 മെയ് 18 സ്ഥാനാരോഹണം ചെയ്തു. മീഡിയ മിനിസ്ട്രി, സെന്റ് ജൂഡ് ഇടവക, സെന്റ് ജൂഡ് നഗർ.